ഹായ് ഹലോ, ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മധുവത്തിൻ്റെ റെസിപ്പി കാണാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അറബിക് റൈസാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണം നോക്കാം കേട്ടോ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ നേരം കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പൈസ് പൗഡർ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ടൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഈ സമയം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 2 പീസ് പട്ട, പിന്നെ 4 ഗ്രാമ്പു, 5-6 ഏലക്ക, 2 ബേ ലീഫ്, പിന്നെ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള ഒരു സ്പൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പാടൊന്ന് നല്ലപോലെ വറുത്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാനിവിടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതാ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5-6 വെളുത്തുള്ളി, 2 തക്കാളി, ഒരു സവാളയുടെ പകുതി, 3 പച്ചമുളക്, ഒരു ക്യാപ്സിക്കം. അതിൽ ക്യാപ്സിക്കം ഒഴികെ എല്ലാം ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഒരു 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു പാനിലേക്ക് 1/4 കപ്പ് വരെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം പാടെ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഒരു 5-6 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി ഇവെല്ലാം ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരം നല്ലപോലെ തന്നെ ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത സ്പൈസ് പൗഡർ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം പാടിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം നല്ലപോലെ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ ഒരു 90% വരെ ആദ്യം വേവിച്ചെടുക്കുക. ബാക്കി നമ്മൾ റൈസിൽ കിടന്നിട്ട് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ മൂടി വെച്ചിട്ട് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചിക്കനിൽ ഏകദേശം ഒരു വെള്ളം ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ടാവണം കേട്ടോ ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളം കുറച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് മൂടി വെച്ചിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ തിളച്ച് റൈസൊക്കെ ഒന്ന് പൊന്തി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15-20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ റൈസ് നല്ലപോലെ തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, റൈസൊക്കെ ഒന്ന് പൊന്തി വന്ന് നല്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ അതാ റൈസൊക്കെ നല്ലപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാം പാടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്തെടുക്കാം കേട്ടോ. ഭയങ്കര ഫ്ലേവറായിട്ടുള്ളൊരു ചോറാണ് കേട്ടോ. അതുപോലെ തന്നെ അറബിക് റൈസ് എല്ലാം നമുക്ക് കാണാൻ ഒരുപോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ മസാല ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്തിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.